നമസ്കാരം, ജിബു മല്ലപ്പള്ളിയാണേ. ഞാൻ ഇന്ന് വീഡിയോ വരാൻ കാര്യം, ഞാൻ ട്രോളിക്കൊണ്ടിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ട്രോളുന്ന സംഭവങ്ങൾ ഷെയർ ചെയ്ത് മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ രാഷ്ട്രീയത്തിലില്ല കേട്ടോ, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയത്തിലുള്ള ആളല്ല, ഒരു രാഷ്ട്രീയ അനുഭാവിയുമല്ല. പക്ഷേ ഈ ഭരണത്തിലിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ കൂടുതലും ട്രോളാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് ചിലർക്കൊരു ചിന്താഗതിയുണ്ട്, ഞാൻ എതിർകക്ഷിയാണ്, അവരുടെ പാർട്ടിയിലുള്ള ആളാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാനൊരു പാർട്ടിയിലുമില്ല, ഒരു പാർട്ടിയോട്ട് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള വോയിസ് കിട്ടും. അത് എപ്പോഴും തന്നെ ഗാലറി ഇരിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഇതുള്ളത് കണ്ടൻറ്റുള്ള, അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഉള്ളത് ഗാലറി ഇരിക്കുന്നവർക്ക്. അധികാരത്തിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കകത്ത് കയറിയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ ഇവരെ ചോരം ബുദ്ധിമുട്ടാവും, ഇവരെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. ഇതൊന്നും വിഷയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു സംഭവം കിട്ടി. ഇത്രയും നാൾ തമാശയായിരുന്നു, വലിയ തമാശ എന്ന് പറഞ്ഞ തമാശ എൻ്റെ എല്ലാ ഏട്ടേക്കൂട്ടെ ഒരു സീരിയസ് ആയിട്ടൊരു സംഭവം കിട്ടി. ഇതുവരെ ഒരു രാഷ്ട്രീയ ചിന്തകരും ചിന്തിക്കാത്ത തരത്തിൽ അവർ ചിന്തിച്ച്, അവർ മുന്നമേ കണ്ട്, നാളത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവർ ഉറപ്പിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണിത്. അറിഞ്ഞു കാണും. സംഭവം വേറൊന്നുമല്ല, ജയിലിൽ ശമ്പളം കൂട്ടി. ചിക്കനും മട്ടനും മാത്രം പോരാ മോനെ, ഇപ്പം സാലറിയും കൂട്ടി. പൈസ പൈസ പൈസ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? എൻ്റെ പൊന്നോ, നാമിച്ചു. നിങ്ങളൊക്കെ സൂഹിക്കാൻ വേണ്ടിയാണോ ഈ പ്രതികളെയൊക്കെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ പ്രതികളെ ആക്കിയതിന് ശേഷം അവരെ ജയിലിൽ കൊണ്ടാക്കുന്നത്? സൂഹിക്കാൻ വേണ്ടിയാണോ? ശിക്ഷ കൊടുക്കുകയല്ലേ ശരിക്കും? തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം. അതിനെ ശിക്ഷിക്കുകയാണോ നിങ്ങളവരെ സൂപിക്കുകയാണോ ശരിക്കും ചെയ്യുന്നത്? എന്തായാലും ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്, നിങ്ങളുടെ ഈ നാടകങ്ങളെല്ലാം കേട്ടോ. സഹിക്കുന്നതിനൊക്കെ ഒരു 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 പരിധിയുണ്ട്. എന്തായാലും കൊള്ളാം. നാളത്തേക്കുള്ള ഭാവിക്കുള്ള കരുതൽ. നമോവാദം. എൻ്റെ പൊന്നോ, നമിച്ച് പോട്ടെ.